ഹലോ ട്രേഡേഴ്സ്, ഹലോ ഇൻവെസ്റ്റേഴ്സ്, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. അങ്ങനെ നമ്മൾ അടുത്ത ആഴ്ചയിലേക്ക് കടക്കുകയാണ്. അടുത്ത ആഴ്ചയിലേക്കുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂട്യൂബിൽ നിറയെ വീഡിയോസാണ്. പല ആളുകളും നിഫ്റ്റി ഇനി ശക്തമായിട്ടുള്ള ഇടിവിലേക്കാണോ അല്ലെങ്കിൽ ഇടിവിലേക്കാണ് എന്ന് വാദിച്ച് ഒരു വിഭാഗം ആളുകൾ, അതല്ല നിഫ്റ്റി നല്ലൊരു സോ കോൾഡ് ആളുകൾ പറയുന്ന ഒരു ഹെൽത്തി കറക്ഷൻ ചെയ്തു കഴിഞ്ഞു, ഇനി ഇവിടുന്ന് യു ടേൺ ആയിരിക്കുമെന്ന് മറുപക്ഷം. ഈ രണ്ട് പക്ഷത്തിലും ചേരാതെ ന്യൂസും അതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ, എല്ലാ ദിവസത്തെ പോലെയും ഇന്നും. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലേക്ക് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ മാർക്കറ്റ് മോശം റിസൾട്ട് കാരണവും ഏറ്റവും റീസെൻ്റായിട്ട് വന്ന ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ 5 മാസത്തെ ഉയർന്ന നിരക്ക് കാരണവും അതിനുശേഷം നമുക്ക് വന്ന ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റയും 6 മാസത്തെ ഉയർന്ന നിരക്ക് കാരണവുമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ഇടിവിന് അവരൊരു കാരണമായിട്ട് പറഞ്ഞിരുന്നത്. അതുമാത്രമല്ല, ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളൊരു മറ്റൊരു ഡേറ്റയും വന്നു. ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് അത് 3 മന്ത് ലോയിലാണ് എന്നുള്ളൊരു കാര്യം. കൂടാതെ ഈ മാസം 30,000 കോടി രൂപ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇതുവരെ സെല്ല് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 1,14,000 കോടി രൂപ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ല് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമുക്കുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ഇതിനിടയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് ഞാൻ പറയാം. അത് CLS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഇന്ത്യയിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോ ഉയർന്നേക്കാമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ഇവർ തന്നെയാണ് നിഫ്റ്റി ഏകദേശം ഒരു 100,000 പോയിൻറ്റ്, അതെ 1000 പോയിൻറ്റ് ഇടിയുമെന്ന് ഇവരുടെ ചാർട്ട് അനലിസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതേ റേറ്റിംഗ് ഏജൻസി തന്നെയാണ് പുതിയൊരു പ്രസ്താവനയായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. പക്ഷേ അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട കാര്യം, നമ്മളെ മാർക്കറ്റ് ഇന്നലെ ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഗ്ലോബൽ മാർക്കറ്റിനോടൊപ്പം തന്നെ നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്തു. ഗിഫ്റ്റ് നിഫ്റ്റി നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിൽ നിന്നും ഇപ്പോൾ 100 പോയിൻറ്റ് ഫർദറായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ മാർക്കറ്റ്. ഇതിൽ പ്ലസ്സും ഉണ്ട്, മൈനസും ഉണ്ട്, ശുഭാപ്തി വിശ്വാസമുള്ള ആളുകളും ഉണ്ട്, അതല്ലെങ്കിൽ മാർക്കറ്റ് ഇടിയുമെന്നുള്ള ചിന്തയുള്ള ആളുകളും ഉണ്ട്. മാർക്കറ്റിനെ സ്പെക്കുലേറ്റ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് പൊതുവായിട്ട് വന്നിട്ടുള്ള മറ്റൊരു ആശയം. അപ്പോൾ ഇലക്ഷനാണ് വരുന്നത്, ഇലക്ഷനാണ് ഓൺഗോയിങ്. ബുധനാഴ്ച തുടങ്ങിയ ഇലക്ഷൻ ഏകദേശം ഒരു 20-ാം തീയതി തീരും ജാർഖണ്ഡിൽ. എന്നാൽ 20-ാം തീയതി മഹാരാഷ്ട്രയുടെ സ്റ്റേറ്റ് ഇലക്ഷനാണ്. അതുകൊണ്ട് തന്നെ 20-ാം തീയതി മാർക്കറ്റ് ഹോളിഡേ ആണ്. അപ്പോൾ അടുത്ത ആഴ്ച മാർക്കറ്റിൽ നമുക്ക് ഒരു ദിവസം ഹോളിഡേ ആണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ട് പരിശോധിക്കാം. തിങ്കളാഴ്ച ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് ഉയർന്നിരുന്നു നിഫ്റ്റി, 24,300 പോയി. അതിനുശേഷം ആ ഹൈയിൽ നിന്ന് ഏകദേശം 869 പോയിൻറ്റ് വീക്ക്ലി അടിസ്ഥാനത്തിൽ നിഫ്റ്റി ഇടിഞ്ഞു. ഏകദേശം നമുക്കുണ്ടായിരുന്നത് 4 ദിവസത്തെ ട്രേഡിംഗ് ഡേ മാത്രമായിരുന്നു. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ടിവിറ്റി നോക്കാം. എല്ലാ ദിവസവും നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. 2,300, 3,000, 2,500, 1,800. ആശ്വസിക്കാനുള്ള വക എന്ന് പറയുന്നത് ഇവരുടെ സെല്ല് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ബൈ ചെയ്ത് അവർ ഫെഡപ്പ് ആയിട്ടുണ്ട്, എങ്കിലും അവർ ബൈയിങ് തുടരുന്നുണ്ട്. എല്ലാ ദിവസവും അവർ ബൈയിങ്ങിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ ബിറ്റ്കോയിൻ 91,000. അതിന് താഴെയുള്ള എല്ലാ ഏഷ്യൻ മാർക്കറ്റിൻ്റെ പ്രകടനം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏറ്റവും മിക്സ്ഡ് ആയിട്ട് ഡാക്സ്, CSE 40, FTSE അതാണ് നമ്മൾ കാണാത്തിട്ടുള്ളത്. ഇന്നലെ ക്ലോസായ യൂറോപ്യൻ മാർക്കറ്റ് 3ഉം റെഡാണ്. ഇന്നലെ ക്ലോസായ ഡോ ജോൺസ് 305 പോയിൻറ്റ് റെഡാണ്. ഇന്നലെ ക്ലോസായ ടെക്നോളജി ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്ക് 400 പോയിൻറ്റ് ഡൗൺ ആണ്. അത് ഏറ്റവും താഴെയാണ് ഉള്ളതല്ലേ. US വിക്സും 8% സ്പൈക്ക് ചെയ്ത് 14 എന്ന നിലയിലാണ്. ഇത് ആദ്യമായിട്ടാണ് ഈ ഇന്ത്യ വിക്സ് US വിക്സിനെ മറികടന്ന് നിൽക്കുന്നത്. അപ്പോൾ വിക്സിൻ്റെ കാര്യത്തിലെങ്കിലും നമ്മൾ അമേരിക്കയെ മറികടന്നിട്ടുണ്ട്. ഇന്ത്യ വിക്സ് ആണ് ഇപ്പോൾ ഹയർ റേഞ്ചിലുള്ളത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളും സമാനമായ രീതിയിൽ ഇടിവാണ് ഉള്ളത്. ഇൻഫോസിസ് ഇടിഞ്ഞു, വിപ്രോ ഇടിഞ്ഞതിന് ശേഷം തിരിച്ച് കയറി. HDFC ബാങ്ക് ഫ്ലാറ്റാണ്, എന്നാൽ എക്സ്ചേഞ്ചിൽ ഇടിഞ്ഞു. ICICI ബാങ്ക് ഇടിഞ്ഞു, എന്നാൽ എക്സ്ചേഞ്ചിൽ തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ വലിയ തോതിലൊന്നും ADRൽ സ്റ്റോക്കുകൾ ഇടിഞ്ഞിട്ടില്ല, എന്നാൽ ഇൻഡെക്സിൽ ശക്തമായിട്ടുള്ള ഇടിവ്. ഇനി ഗ്ലോബൽ ഈവൻറ്റ് നമുക്ക് നോക്കാം. അടുത്ത ആഴ്ചയിൽ US നിന്ന് GDP ഉണ്ട്. കൂടാതെ തന്നെ നവംബർ 20-ന് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രി, നവംബർ 21-ന് ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. കൂടാതെ തന്നെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡേറ്റ ഉണ്ട്. നവംബർ 22-ന് മാനുഫാക്ചറിംഗ് PMI. ഇനി നവംബർ 18-ാം തീയതി ജർമ്മനിയുടെ ട്രേഡ് ബാലൻസും UKയിലെ GDP ഡേറ്റയൊക്കെ ഉണ്ട്. ജർമ്മനിയുടെ ഇൻഫ്ലേഷൻ നവംബർ 19 ആണ്. UKയുടെ ഇൻഫ്ലേഷൻ നവംബർ 20 ആണ്.
യൂറോസോണിൻ്റെ ഇൻഫ്ലേഷൻ GDP 22-ാം തീയതിയാണ്. ഇന്ത്യക്ക് പ്രധാന നമുക്കുള്ളത് PMI മാനുഫാക്ചറിങ് PMI ഡേറ്റയൊക്കെയാണ് ഉള്ളത്. അത് വെള്ളിയാഴ്ച ദിവസമാണ്. അത്ര വലിയ തോതിലൊന്നും സ്വാധീനം ചെലുത്തുന്ന ഈവൻറ്റുകളൊന്നും നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് ഇല്ല. എസ്പെഷ്യലി US-ൽ നിന്നൊന്നുമില്ല. ഡിവിഡൻറ്റിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ കമ്പനീസിനും ഡിവിഡൻറ്റ് ഇപ്പോൾ സ്ക്രീനിൽ ഞാൻ പരമാവധി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് റീഡ് ചെയ്യുന്നില്ല. ഇമാമിയുടെ എല്ലാം തന്നെ 4 രൂപ, മണപ്പുറം 1 രൂപ, സുന്ദരം ഫാസ്റ്റ് ചെയിൻസ് 3 രൂപ. ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ നമ്മളുടെ ട്രേഡ് ബഡ്ഡി എന്ന് പറഞ്ഞ ടാബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ട്രേഡ് ബഡ്ഡിയിൽ പോകാം, കോർപ്പറേറ്റ് ആക്ഷൻ അല്ലെങ്കിൽ ഡിവിഡൻറ്റിൻ്റെ പോകാം. അപ്പോൾ ഈ തരത്തിലുള്ള ഡിവിഡൻറ്റ് ഡേറ്റ, റിസൾട്ട് അനൗൺസ്മെൻറ്റ്, റിസൾട്ട് കലണ്ടർ, IPO അത് ഇതെല്ലാം നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ന്യൂസിൽ നമുക്ക് റീഡ് ചെയ്തെത്തുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ചില ആളുകൾക്ക് അത് താല്പര്യമില്ല. അതുകൊണ്ട് നമ്മളത് ന്യൂസിൽ റീഡ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് തിരികെ എത്താം. ഹാപ്പിയസ്റ്റ് മൈൻഡ് നെറ്റ് പ്രോഫിറ്റ് 15% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. UPL ഫെർട്ടിലൈസർ കമ്പനി ബോർഡ് മീറ്റിംഗ് നവംബർ 20-ാം തീയതി ഇവർ റൈറ്റ് ഇഷ്യൂ പ്രഖ്യാപിക്കും. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ തന്നെ ഈ കമ്പനികളുടെ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക്, അതേ കമ്പനി തന്നെ ഈ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം വില കുറവിൽ സ്റ്റോക്ക് ബൈ ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ വാങ്ങാം, വാങ്ങാതിരിക്കാം. ഇൻഡിഗോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏവിയേഷൻ സെക്ടറിൽ 60% വിപണി പങ്കാളിത്തമുള്ള ഇൻഡിഗോ പറയുന്നത് ഇവരുടെ കപ്പാസിറ്റി ഡബിൾ ആക്കും എന്നുള്ളതാണ്. സമീപ സമയത്താണ് ഇവർ ഡൊമസ്റ്റിക് മേഖലയിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളിലെല്ലാം തന്നെ ബിസിനസ് ക്ലാസ്സുകളിൽ എല്ലാം തന്നെ ആരംഭിച്ചത്. ഗ്രാസിം നെറ്റ് പ്രോഫിറ്റ് 46% ഇടിഞ്ഞു. RPP ഇൻഫ്ര 38 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ടാറ്റ പവർ കമ്പനി അവർ 18 കോടി രൂപക്ക് എറസ് പവറിനെ അക്യൂർ ചെയ്തു. ബജാജ് ഹെൽത്ത് കെയർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഇവർ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 34 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഇത്തവണ 94 കോടി രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അനുപം രസായൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 59% ഇടിഞ്ഞു. സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനിയാണ് അനുപം രസായൻ. അപ്പോൾ ഇത്തവണ സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനിയായിട്ടുള്ള അനുപം രസായൻ ഫോള് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. DB റിയാലിറ്റി കമ്പനി കഴിഞ്ഞ തവണ 880 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഇത്തവണ ലോസ് കുറച്ച് 110 കോടി രൂപ ലോസ് കുറച്ചിട്ടുണ്ട്. ജിൻഡാൽ പോളി കമ്പനി 64 കോടി രൂപയിൽ നിന്ന് 184 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. നെസാറ ടെക് മൊബൈൽ ഗെയിമിംഗ് കമ്പനി 22 കോടി രൂപയിൽ നിന്ന് 23 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. റിയാലിറ്റി കമ്പനിയായിട്ടുള്ള ശോഭ ഇവർ നെറ്റ് പ്രോഫിറ്റ് 75% ഉയർന്നു. റവന്യൂ 24% ഉയർന്നു. ഹോട്ടൽ കമ്പനിയായിട്ടുള്ള ലെമൺ ട്രീ ഹോട്ടൽ നെറ്റ് പ്രോഫിറ്റ് 33% ഉയർന്നു. റവന്യൂ 24% ഉയർന്നു. റിലയൻസ് ഇൻഫ്ര കമ്പനി കനത്ത തിരിച്ചുവരവ്. അനിൽ അംബാനിയുടെ റിലയൻസ് ഇൻഫ്ര കഴിഞ്ഞ തവണ 300 കോടി രൂപ ലോസ്, ഇത്തവണ 4000 കോടി രൂപയുടെ വലിയ പ്രോഫിറ്റ്. എവറസ്റ്റ് കാൻഡോ സിലിണ്ടർ കമ്പനി 26 കോടി രൂപയിൽ നിന്ന് 38 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഗ്ലെൻമാർക്ക് ഫാർമ ഇവർ 200 കോടി രൂപ ലോസിൽ നിന്ന് 354 കോടി രൂപ പ്രോഫിറ്റിലേക്ക് അറ്റാദായം ഉയർന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴുള്ള ന്യൂസ്. നമുക്ക് വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് നമുക്കിനി നാളെ രാവിലെ കാണാം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് നമുക്ക് എന്ന് കാണാം? തിങ്കളാഴ്ച കാണാം. താങ്ക് യു ഓൾ.